സാറിന്റെ രഹസ്യം ചെവി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വെരി ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിന്റെ 2024 തുടക്കത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഫംഗ്ഷന് വരാൻ സാധിക്കുന്നത്. അത് കമൽ സാറിന്റെ പടമാകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷമാണ്. കാരണം എനിക്ക് ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ഗാനങ്ങളും ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളും ഉള്ള സിനിമകൾ നൽകിയിട്ടുള്ള സംവിധായകനാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഈ വേദി തന്നെ പങ്കിടുകയാണ്. പിന്നെ ഷൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലം മുതൽ അറിയാവുന്നതാണ്. ഷൈൻ ഒരു നടനായിട്ട് മാറുന്നത് എനിക്ക് ഗദ്ദാമ എന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഷൈനെ വിളിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തത് മനസ്സിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഷൈൻ്റെ വളർച്ചയും അത് 100ാമത്തെ സിനിമയായിട്ട് വന്ന് നിൽക്കുമ്പോൾ 10-27 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ 103ാമത്തെ സിനിമ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സംഭവം. അപ്പോൾ സെക്കൻഡ് വെച്ച് ഇനി പുള്ളി എൻ്റെ സീനിയറായിട്ട് മാറും. അതും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഒരുപാട് എൻ്റെ സിനിമയിലെ വളർച്ചയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ലാലു ആണെങ്കിലും സിബി സാറാണെങ്കിലും ആഷിഖ്, ലിസ്റ്റിൻ, ആൽവിൻ, ആന്റണി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. സുഖേട്ടനുണ്ടോ ഇവിടെ? ഹലോ മാം. സുഖേട്ടൻ, ഹരീഷ്, അങ്ങനെ കമൽ സാറിൻ്റെ അസിസ്റ്റൻസ് ആയിട്ടും അസോസിയേറ്റ്സ് ആയിട്ടും വന്ന ആൾക്കാർ അവരുടെ കൂടെ അവര് സ്വതന്ത്ര സംവിധായകരായപ്പോൾ അവരുടെ കൂടെ സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു. അവരും ഒരുപാട് അവിസ്മരണീയമായ സിനിമകളും കഥാപാത്രങ്ങൾ നൽകി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സന്തോഷവും നന്ദിയും പറയാനുള്ള ഒരു വേദിയായിട്ട് ഞാൻ വിവേകാനന്ദ വയലാർ എന്നുള്ള ഈ വേദി ഉപയോഗിക്കുകയാണ്. ഒരുപാട് സന്തോഷം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗാനങ്ങളുടെ കാര്യത്തിൽ, സിനിമകളുടെ ഗാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കമൽ സാറിന്റെ ഒട്ടനവധി ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിന്റെ ഓഡിയോ ലോഞ്ചിന് വന്ന് നിൽക്കുമ്പോൾ അത് എനിക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് എൻ്റെ ക്രൂ. ഒരുപാട് ഞാൻ എന്നെയും സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർ ഈ സിനിമയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മുന്നണിയിലും പിന്നണിയിലും എല്ലാം കൂടെ വർക്ക് ചെയ്യാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. റീനയുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. സ്വാസിയുടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ ഈ സിനിമയുടെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെ ഇത് തിയേറ്ററുകളിൽ ഓഡിയൻസിന്റെ ഹൃദയങ്ങളിൽ വൈറലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നമ്മുടെ ഈ ചിത്രത്തിന്റെ 2 പ്രൊഡ്യൂസേഴ്സിനെ കൂടി ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നസീബിനെയും അതുപോലെ ഷിബിരാജ് സാറിനെ 2 പേരെയും ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഇന്ന് ഈ ചടങ്ങിൽ മലയാള സിനിമയിലെ നമ്മുടെ സംഘടനയിലെ പ്രമുഖരായ വ്യക്തികളെയും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും ഒക്കെ കടന്ന വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മലയാളത്തിന്റെ സ്വന്തം സംവിധായകൻ, നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ, ഫിഫ്കയുടെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട സിബി മലയിൽ സാറിനെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് BR ജേക്കബ് സാറിനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രസിഡന്റ് ആൻഡ് പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറും അതുപോലെ തന്നെ ഓഡിയോ റൈറ്റ്സും ഒക്കെ സ്വന്തമാക്കി മറ്റൊരു സൂപ്പർ ഹിറ്റ് നമുക്ക് സമ്മാനിക്കാൻ പോകുന്ന നമ്മുടെ സ്വന്തം ലിസ്റ്റിൻ സ്റ്റീഫൻ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫിയോക് സംഘടനയുടെ ട്രഷറർ, കവിതാത്വത്തിന്റെ ഉടമ കൂടിയായ സാജു സാറിന് ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കയ്യടി കൊടുക്കണം, അവർക്ക് എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കണം. നമ്മുടെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട നിർമ്മാതാവ് ആൽവിൻ ആന്റണിയെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച മറ്റൊരു നിർമ്മാതാവ് ബാബു ഷാഹിറിനെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല കൈ കൊടുത്തിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയിൽ ഹിറ്റ് ചിത്രങ്ങളുടെ ഒരു പരമ്പര നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം തിരക്കഥാകൃത്ത് SN സ്വാമി സാറിനെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ട് നമുക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുകയും കൂടാതെ റൈറ്റേഴ്സ് യൂണിയന്റെ സെക്രട്ടറി കൂടിയായ നമ്മുടെ ജിനു എബ്രാഹിമിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജനറൽ സെക്രട്ടറി ഷിബു കുറ്റിക്കുണ്ടിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസം ഇത്രയും മനോഹരമായ ഈ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോ ആ ഒരു ചടങ്ങ് നമ്മുടെ ഇവിടെ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട
ഈ ചിത്രത്തിലെ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിലെ താരങ്ങളെ കൂടി ഞാൻ ഒന്ന് വേദിയിലേക്ക് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. ഞാൻ ഒഫീഷ്യലായിട്ട് പിന്നെയാണ് ക്ഷണിക്കുന്നത്. നമ്മുടെ സാറ് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നമ്മൾ വീണ്ടും ഒന്ന് ഈ ചടങ്ങിലേക്ക് നിങ്ങളൊന്ന് ക്ഷണിക്കുന്നു. ജോൺ സാർ ഒന്ന് സ്റ്റേജിലേക്ക് വരണം. ചേച്ചി, കാരണം ഇത്രയും വലിയൊരു ചടങ്ങ് ഈ സിനിമയിൽ അഭിനയിച്ച, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച എല്ലാവരും ഒന്നിച്ച് ഇവിടെ ഇപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം ചാക്കോച്ചൻ ഈ ചിത്രം ഏറ്റെടുത്ത നമ്മുടെ ലിസ്റ്റിൻ ചേട്ടൻ അത് സമർപ്പിക്കുകയാണ്. അത് നൽകുന്നതിന് ചാക്കോച്ചനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സും ഡിസ്ട്രിബ്യൂട്ടറുമായ വിവേകാനന്ദനെ സ്വന്തം കയ്യിലേക്ക് സ്വീകരിക്കാൻ പോകുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് ടീമാണ് അത് ഏറ്റെടുക്കാൻ പോകുന്നത്. നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് വിവേകാനന്ദൻ വൈറലാകുന്ന ഈ നിമിഷത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് ഇതിൽ പങ്കാളികളാകാം. നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിൽ പങ്കാളികളാകാം. എല്ലാവരും ഒന്നിച്ച് നല്ല കൈയ്യടി കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ഒരു നിമിഷം വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളിത് സ്ക്രീനിൽ കാണും. എല്ലാ വിശിഷ്ടാതിഥികളും നമുക്ക് ചെയറുകളിലേക്ക് തന്നെ ഇരിക്കാം. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളിവിടെ നമ്മുടെ ഈ പാട്ടുകൾ നമ്മൾ കാണാൻ പോവുകയാണ്. പക്ഷെ നമ്മളോട്